ഞാൻ അടുത്ത് ട്രാവൽ ചെയ്തതിൽ വെച്ച് ഏറ്റവും ഹാപ്പി ആയിട്ട് തോന്നിയത് അല്ലെങ്കിൽ കണ്ണും മനസ്സും നിറഞ്ഞൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ക്രൊയേഷ്യയിൽ പോയപ്പോൾ. ഞങ്ങൾ താമസിച്ചത് സഗ്രബ് എന്ന് പറയുന്നൊരു ക്യാപിറ്റൽ പ്ലേസാണ്. അവിടുത്തെ 2 hours ബസ്സിൽ പ്ലിറ്റ്വിക് ലേക്സ് എന്ന് പറയുന്നൊരു ലേക്സ് കാണാൻ പോയി. അത് ശരിക്കും ഒരു നാഷണൽ പാർക്കാണ്. ഫസ്റ്റ് നമ്മൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. മെയിൻ എൻട്രൻസിൽ വെരിഫിക്കേഷൻ കഴിഞ്ഞ് പോകുമ്പോൾ കാണുന്ന കാഴ്ചയാണിത്. ഇത് ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സെൻറ്ററിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്ലേസാണ്. അപ്പം നമ്മൾ ഏറ്റവും ടോപ്പിൽ നിന്ന് കാണുമ്പം വളരെ രസമാണ് താഴെ ഭാഗം ഫുള്ള് കാണാനായിട്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി താഴേക്ക് ഓരോ വഴികളിൽ കൂടെ പോവുക. അപ്പം ഈ വെള്ളത്തിൻ്റെ കളറ് ലൈറ്റും അതേപോലെ അതിൽ എന്തൊക്കെയോ ലൈം കണ്ടൻറ്റൊക്കെ അനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ചിലയിടത്തൊക്കെ ആ വെള്ളം കണ്ടാൽ നല്ല രസമാണ്. പിന്നെ ഇതിൽ കാണുന്ന പോലെ ഇതൊരു 16 ലെയറായിട്ടാണ് ഈ ഫുൾ പ്ലേസ് അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ വായിച്ചതിൽ ഒരു 10-90 സ്ഥലങ്ങളുണ്ട് ഈ കാണുന്ന പോലെ കുഞ്ഞു ലേക്കുകൾ. എനിക്കത് എണ്ണാനൊന്നും സമയം കിട്ടിയില്ല കേട്ടോ. കാര്യം അവിടെ ചെന്നിട്ട് ഇങ്ങനെ വായും പൊളിച്ച് നിൽക്കുകയായിരുന്നു. എവിടെ നോക്കണം, അല്ലെ എങ്ങനെ ഫോട്ടോ എടുക്കണം, വീഡിയോ എടുക്കണം, നമുക്ക് മൊത്തത്തിൽ ഇങ്ങനെ ഒരു ആർത്തി കൂടി പോകുന്ന സിറ്റുവേഷനായി പോകും. കാര്യം ഇതൊക്കെ ഈ ഒരു പ്ലേസസ് ഞാൻ പണ്ട് ഉത്സവപ്പറമ്പിൽ അല്ലെങ്കിൽ പള്ളിപ്പെരുന്നാളിനൊക്കെ ചെല്ലുമ്പം സീനറികൾ വിൽക്കുന്നുണ്ടാവില്ലേ, അപ്പോൾ ആ സീനറികളിൽ അന്നൊക്കെ കാണുന്ന ഇമേജുകൾ പോലെ തോന്നിപ്പോവും. അപ്പോൾ എവിടെ നിന്ന് ഫോട്ടോ എടുത്താലും അത് ഭയങ്കര രസമായിരിക്കും. അപ്പം ഈ വാക്കിൽ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ പോവുകയാണെങ്കിൽ എൻട്രൻസ് 1 വഴി പോവുക. അതിൽ തന്നെ C&H എന്ന് പറയും ട്രെയിൽ. അപ്പം അത് ഫുൾ ഇൻക്ലൂഡഡാണ്. നമുക്ക് നടന്ന് എക്സ്പ്ലോർ ചെയ്യാം, ബോട്ടിൽ കാണാം, ഇതേപോലെ ഇലക്ട്രിക് ബോട്ട്സ് ഉണ്ടാവും അവിടെ. അപ്പം അങ്ങനെ നമുക്ക് ആ പ്ലേസ് എക്സ്പ്ലോർ ചെയ്യാം. അതുകൂടാതെ ലാസ്റ്റിൽ ഷട്ടിൽ ട്രെയിൽസ് ഉണ്ടാവും. എന്ന് വെച്ചാൽ നമ്മളെ ഈ പ്ലേസിൽ നിന്ന് ബസ് കയറുന്ന സ്റ്റേഷനിലേക്ക് തിരിച്ചു കൊണ്ടുവിടും. അപ്പോൾ ഈ കാണുന്ന ഒരു അറേഞ്ച്മെൻറ്റാണ് ഇതിൽ ഫുള്ള്. ആ തടിയുടെ പാലം, ഇത് ഞാൻ പറഞ്ഞു ഷട്ടിൽ ട്രെയിൻ. അപ്പം ഇത് ശരിക്കും ഞങ്ങൾ തിരിച്ചു പോരുന്ന സമയമാണ്. മൊത്തത്തിലൊരു 7-8 മണിക്കൂർ ആ മലയെല്ലാം ഇറങ്ങി നടന്ന് ഫുൾ പ്ലേസും കണ്ട് തിരിച്ച് നമ്മൾ ഈ ഷട്ടിൽ ട്രെയിനിൽ കയറും. അപ്പോഴും നമുക്ക് ഈ പ്ലേസസ് ഇങ്ങനെ വിൻഡോയിൽ കൂടെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. അവിടുന്ന് പോരണ്ടെന്നൊക്കെ തോന്നിപ്പോവും. അത്രയ്ക്ക് ഫീലാണ് അവിടെ ചെന്ന് കഴിയുമ്പം. ഈ ബസ്സിലാണെങ്കിൽ കൂടി കുറേ നേരം നമ്മളിങ്ങനെ യാത്ര ചെയ്ത് പോരുമ്പം ആ വിഷ്വൽസ് ഫുള്ള് നമുക്ക് മനസ്സ് നിറഞ്ഞൊരു ഫീല് തരും കേട്ടോ. അപ്പം ഇതിൻ്റെ ടിക്കറ്റ്സ്, ഈ പ്ലേസിൻ്റെ ടിക്കറ്റ്സ് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഓൺലൈൻ ബുക്ക് ചെയ്യാം. അതേപോലെ സഗ്രബിൽ നിന്ന് പ്ലിറ്റ്വിക് ലേക്സിലേക്കുള്ള ബസ് ടിക്കറ്റ് നമുക്ക് ഓൺലൈൻ ബുക്ക് ചെയ്യാം. അപ്പം എല്ലാം ബുക്ക് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് പിന്നെ അവിടെ ചെന്നിട്ട് വെപ്രാളപ്പെടേണ്ട കാര്യമില്ല. എല്ലാം ഓർഗനൈസ്ഡ് ആയിരിക്കും. ജസ്റ്റ് ടിക്കറ്റ് വെരിഫൈ ചെയ്യുക, പാർക്കിലേക്ക് പോവുക. അപ്പം ഏറ്റവും രാവിലെ തന്നെ പോകണം. ഞങ്ങളവിടെ ഒരു 9 മണിക്ക് എത്തി. അപ്പം തിരിച്ചു വരുന്ന സമയം ശരിക്കും ഒരു 5:30 ആണ് ഞങ്ങൾ തിരിച്ച് ബസ് കയറുന്നത് അവിടെ നിന്ന്. അപ്പോൾ ഒരു ഫുൾ ഡേ നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ കിട്ടും. അപ്പം ഇറങ്ങുന്ന അവിടെ തന്നെയാണ് കടകളൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പോകണം. പിന്നെ കയ്യിൽ കുറച്ച് സ്നാക്സൊക്കെ കരുതണം. അപ്പം എനിക്ക് പറയാനുള്ളത്, ടേക്ക് എ ബ്രേക്ക്. നമ്മൾ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരുന്നിട്ടോ അല്ലെങ്കിൽ എപ്പോഴും എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് മൂവ് ചെയ്ത് ഇങ്ങനെ ഒരു ബ്രേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പം നമ്മുടെ മനസ്സും നമ്മൾ മൊത്തത്തിലൊരു റിഫ്രഷ്ഡ് ആയിരിക്കും. സോ ഇനി ആർക്കെങ്കിലും ക്രൊയേഷ്യക്ക് ട്രിപ്പ് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ, ഞങ്ങൾ താമസിച്ച സ്ഥലങ്ങളോ എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻ വേണമെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. താങ്ക് യു ദെൻ, ബൈ.